വലിയ പ്രതീക്ഷ, വലിയ പ്രത്യാശ, ആ ഹൃത്തടം മുഴുവനും പുനരാഗമനത്തിന് വേണ്ടി കൊതിച്ചിരുന്നു എന്നുള്ള വസ്തുത അടുത്ത പ്രയോഗത്തിൽ കാണാൻ കഴിയും. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടുകയും ചെയ്യുമെന്നാണ് പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ജീവനോടെ ശേഷിക്കുന്ന നിങ്ങൾ രൂപാന്തരപ്പെടുമെന്നല്ല, പകരം ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെടും. എത്ര മഹത്തരമാണ് എന്ന് പറഞ്ഞാൽ, തന്റെ ശിഷ്ട ആയുസ്സിൽ തന്നെ കർത്താവിന്റെ പുനരാഗമനത്തെ താൻ അനുഭവിക്കും എന്ന പ്രതീക്ഷയോടെ ഈ പ്രാർത്ഥനത്തിൽ ജീവിച്ചൊരു ഭക്തനായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. ഹല്ലേലൂയ! എത്ര പേർക്ക് ആ ഒരു പ്രതീക്ഷയുണ്ട്? എന്റെ ശിഷ്ടായുസ്സിൽ കർത്താവ് വെളിപ്പെടും എന്ന പ്രതീക്ഷയോടെ ജീവിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ അതെത്ര സുന്ദരമായ ആത്മീയ അനുഭവമാണെന്നറിയാമോ? എന്റെ ആയുസ്, എന്റെ സ്വാഭാവിക മരണത്തിന് മുൻപ് ഞാൻ പുനരാഗമനത്തെ അനുഭവിക്കും എന്ന പ്രതീക്ഷയോടെ ജീവിക്കുന്ന ഒരു വ്യക്തി പാപമംഗലമായിരിക്കുന്ന ലോകവസ്ഥയിലേക്ക് ഇറങ്ങിപ്പോകുകയില്ല. ആവശ്യമില്ലാത്തതായിരിക്കുന്ന നേട്ടത്തിനു വേണ്ടി, സമ്പാദനത്തിനു വേണ്ടി നെട്ടോട്ടം ഓടേണ്ടി വരികയില്ല. തിന്മയുടെ ഇടവഴികളിലൂടെ, പെരുവഴികളിലൂടെ അവന് പോകേണ്ടി വരികയില്ല. ആത്മീയതയുടെ ബാഹ്യാവരണവും അനാത്മീയതയുടെ ആന്തരിക അനുഭവമായി പോകേണ്ടി വരികയില്ല. പകരം എന്റെ ആയുസ്സിൽ കർത്താവ് വെളിപ്പെടുമെങ്കിൽ അവന്റെ അടുക്കൽ സമാഗമിക്കേണ്ടതിനുള്ള യോഗ്യതയോടെ നിലനിൽക്കണമെന്ന ഉൾഭയം, ആ ഒരു അവബോധത്തിൽ ക്രിസ്ത്യൻ ജീവിതത്തെ നയിപ്പാൻ അവന് കഴിയും. അതുകൊണ്ട് തന്നെയാണ് പൗലോസിനെ നാം വളരെ ആഴത്തിൽ എടുത്തു പഠിച്ചാൽ യാതൊരു കറയുമില്ലാതെ, യാതൊരു കളങ്കവുമില്ലാതെ, ആർക്കും ഒരു തിന്മയും പറയാനില്ലാത്ത നിലയിൽ ജീവിതത്തെ സംശുദ്ധമായി സൂക്ഷിച്ചൊരു അനുഗ്രഹിത വ്യക്തി പ്രഭാവമാണ് അപ്പോസ്തലനായ പൗലോസ്. ആ പുനരാഗമനത്തിന്റെ പ്രതീക്ഷ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു അനുഗ്രഹിത ലേഖനം അത്രേ തെസ്സലോനിക്ക ലേഖനം എന്ന് മാത്രം പറഞ്ഞ് ആ പുസ്തകത്തെ കുറിച്ചുള്ള പരാമർശത്തിൽ ഞാൻ വീണ്ടും ഒഴിവുള്ളവനാകുകയാണ്. 2-ാം അധ്യായം 1-ാമത് വാക്യത്തിൽ രണ്ട് പ്രധാന ചിന്തകളാണ്. ഒന്ന്, യേശുവിന്റെ പ്രത്യക്ഷത. 2, അവന്റെ അടുക്കലുള്ള നമ്മുടെ സമാഗമനം. വിഷയാടിസ്ഥാനത്തിൽ 2 ഭാഗമായി ഞാൻ എന്റെ പ്രഭാഷണത്തെ ഇന്ന് വിഭജിച്ച് പ്രസ്താവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്നുള്ളത് അനുഗ്രഹീതമായ ഒരു വിഷയമാണ്. എന്നെ ഇതിനകത്തും പുറത്തും ശ്രദ്ധിക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കളും ക്രിസ്തുവിന്റെ പ്രത്യക്ഷത എന്ന് കേൾക്കുമ്പോൾ വരാനിരിക്കുന്ന പ്രത്യക്ഷതയെ കുറിച്ചാണ് നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് ചിന്തകൾ വരുന്നത്. എന്നാൽ ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയെ മൊത്തമായ ഒരു അവലോകനം നാം ചെയ്യുന്നത് വളരെ ഉപകാരമായിരിക്കും. കാരണം യേശു എത്രയും വേഗം പ്രത്യക്ഷമാകും എന്ന് നമുക്കറിയാം. എന്നാൽ ആ പ്രത്യക്ഷതയിൽ അവനോടൊപ്പം സമാഗമിക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ യേശു മുൻപ് നടത്തിയിട്ടുള്ള പ്രത്യക്ഷതയെ കുറിച്ച് നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഞാൻ യേശുവിന്റെ പ്രത്യക്ഷതകളെ ഒന്ന് അവലോകനം ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. അതിന് തെളിവായി, ആധാരമായി ഒരു വേദഭാഗത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരാം. എബ്രായ ലേഖനം 9-ാം അധ്യായം അതിന്റെ 26-ാമത് വാക്യം, അതിന്റെ 24-ാമത് വാക്യം, അതിന്റെ 28-ാമത് വാക്യം, 3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ അവിടെ എല്ലാം ആ 3 വാക്യങ്ങളിലും പ്രത്യക്ഷത, പ്രത്യക്ഷത, പ്രത്യക്ഷത എന്ന അനുഗ്രഹീത പദപ്രയോഗം ആശയസമ്പുഷ്ടമായ നിലയിൽ ലിഖിതമാക്കിയിരിക്കുന്നത് കാണാനായിട്ട് കഴിയും. ശ്രദ്ധിക്കുക, 26-ാമത് വാക്യം ഇങ്ങനെയാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത്. ഞാൻ ആ വാക്യത്തിന്റെ ഭാഷ്യമാണ് പറയുന്നത്. എബ്രായർ 9:26 നമുക്ക് കാണാൻ കഴിയുന്നത്, യേശു തന്റെ ദേഹം കൊണ്ട് യാഗം നടത്തി പാപപരിഹാരം വരുത്തുവാൻ അവൻ ഒരിക്കൽ പ്രത്യക്ഷനായി. പ്രൈസ് ദി ലോർഡ്. അപ്പൊ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി കേൾക്കുമ്പോഴേ നമുക്കറിയാം അത് ഭൂതകാല പ്രയോഗമാണ്. ഒരിക്കൽ അവൻ പ്രത്യക്ഷനായി. ഇനിയും അതിന് 24-ാമത് വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി ഇപ്പോൾ കൈപ്പണിയായ ക്ഷേത്രത്തിലേക്കല്ല, നമുക്ക് വേണ്ടി സ്വർഗത്തിൽ പ്രത്യക്ഷനാവാൻ അവിടേക്ക് പോയിരിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പോൾ ഇപ്പോൾ അവൻ സ്വർഗത്തിൽ പ്രത്യക്ഷനായിരിക്കുന്നു എന്ന് കാണാൻ കഴിയും. അത് യേശുവിന്റെ വർത്തമാനകാല പ്രത്യക്ഷതയാണ്. ഇനിയും 9-28 വാക്യം നോക്കൂ. തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി അവൻ വീണ്ടും പ്രത്യക്ഷനാകും എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മലയാള വേദപുസ്തകത്തിൽ പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്ന് പറഞ്ഞിരിക്കുന്ന വിവർത്തനം തെറ്റാണ്. പാപം കൂടാതെ പ്രത്യക്ഷനാകും എന്ന് പറയുമ്പോൾ ആദ്യം പ്രത്യക്ഷനായത് പാപത്തോടുകൂടി ആയിരുന്നുവോ എന്നൊരു പക്ഷേ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പാപം കൂടാതെ എന്നുള്ള പ്രയോഗം തെറ്റാണ്, പാപപരിഹാരാർത്ഥമല്ല എന്ന് ഭാരത ബൈബിൾ അതിനെ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഭാഷാന്തരമാണ് എന്നറിയുക. ഓക്കെ, അപ്പോൾ യേശു ഒരിക്കൽ പ്രത്യക്ഷനായി, ഇപ്പോൾ നമുക്ക് വേണ്ടി പ്രത്യക്ഷനായിരിക്കുന്നു. ഇനി ആ യേശു നമുക്ക് വേണ്ടി പ്രത്യക്ഷനാകും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ യേശുവിന്റെ പ്രത്യക്ഷത എന്ന പ്രയോഗം കേൾക്കുമ്പോൾ ഇനി വരാനിരിക്കുന്ന പ്രത്യക്ഷതയെ കുറിച്ച് മാത്രമാണ് ജനം ചിന്തിക്കുക. എന്നാൽ സുവിശേഷം സാർവത്രികമായതുകൊണ്ടും സുവിശേഷം എല്ലാവർക്കും ഉള്ളതായതുകൊണ്ടും വരാനിരിക്കുന്ന പ്രത്യക്ഷതയെ കുറിച്ച് മാത്രം എന്തെങ്കിലും പറഞ്ഞു തുടങ്ങുവാൻ കഴിയുകയില്ല. യേശു ഒരിക്കൽ പ്രത്യക്ഷനായതിനെ കുറിച്ച് ജന മനസ്സുകളിൽ ബോധ്യം വരുത്തിയേ മതിയാകുകയുള്ളൂ.
ഇനിയുള്ള പ്രത്യക്ഷത ഉപകാരമാകണമെങ്കിൽ ഒരിക്കൽ യേശു പ്രത്യക്ഷനായി സാധിച്ചെടുത്ത കാര്യവുമായി ആ വ്യക്തി അനുഭവമുള്ളവനായി തീർന്നേ മതിയാകുകയുള്ളൂ. അപ്പോൾ ആ അനുഭവം പ്രാപിക്കാത്ത ഒരൊറ്റ വ്യക്തിക്കും ഇനിയുള്ള പ്രത്യക്ഷത ഉപകാരമാകത്തില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രത്യക്ഷതകളെ നിങ്ങൾക്ക് വിഷയാടിസ്ഥാനത്തിൽ പരിചയപ്പെടുത്തുവാനിടയായത്. വേഗം ഞാൻ പറയട്ടെ, യേശു ഒരിക്കൽ പ്രത്യക്ഷനായത് എന്തിനാണ്? എബ്രായർ 9:26 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരിക്കൽ അഥവാ ഭൂതകാലത്തിൽ, കഴിഞ്ഞ കാലത്തിൽ യേശു ഭൂമിയിൽ പ്രത്യക്ഷനായത് എന്തിന്? ദൈവമായിരുന്നവൻ ദൈവത്വത്തെ മാറ്റിവെച്ചുകൊണ്ട് കേവലം മനുഷ്യനായി ദൈവത്തിന്റെ സമയത്ത് ഭൂമിയിൽ പ്രത്യക്ഷനാകാൻ ഇടയായി തീർന്നു. എന്തിനാണ് പ്രത്യക്ഷനായത്? ആർഷഭാരതത്തിന്റെ ഭാഷാ പ്രയോഗം ഉപയോഗിച്ചാൽ അവൻ അവതരിച്ചു എന്ന പ്രയോഗം തെറ്റില്ലാത്തതാണ്. യേശു എന്തിനാണ് അവതരിച്ചത് എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും ഒരു മതം സ്ഥാപിക്കാൻ, ചില ആളുകൾ പറയും ആശയം കൊണ്ട് മനുഷ്യ മനസ്സുകളിൽ വിപ്ലവം വിതയ്ക്കേണ്ടതിന്. ദാർശനിക പ്രബോധകന്മാർ നിരവധി ഉണ്ടായിരുന്നില്ലേ? വിപ്ലവാശയങ്ങളും മറ്റ് ബൗദ്ധികമായിരിക്കുന്ന ചിന്തകളും കൊണ്ട് ജനമനസ്സുകളിൽ വല്ലാത്തതായിരിക്കുന്ന ആ വിപ്ലവം ഉണ്ടാക്കാൻ വേണ്ടി ജന്മമെടുത്തിട്ടുള്ള നിരവധി താത്വികാചാര്യന്മാരുണ്ട്. അവരെ പോലെ ഒരാളായിരുന്നു യേശു എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. മറ്റൊരു ഇസം ഇവിടെ സ്ഥാപിക്കേണ്ടതിന് യേശു വന്നു എന്ന് ചിന്തിക്കുന്ന ആളുകളും ഉണ്ട്. നേതാവായി മുൻപന്തിയിൽ നിൽക്കുകയും കുറെ പിണി ആളുകളെ തനിക്ക് ചുറ്റും കൂട്ടുകയും അവരോടൊപ്പം ഇങ്ങനെ ഒരു പ്രത്യേക സംഘടനയുടെ തലപ്പത്തിരിക്കേണ്ടതിനായിട്ട് യേശു വന്നു എന്ന് ചിന്തിക്കുന്നവരും ഇല്ലാതെയില്ല. ഉരുക്കുമുഷ്ടി കൊണ്ട് സാമ്രാജ്യങ്ങളെ പടുത്തുയർത്തിയതുപോലെ യേശുവും ഒരു പ്രത്യേക അന്യതര സാധാരണമായ കഴിവുള്ള ഒരാളായി രംഗത്ത് വന്നു എന്നൊക്കെ കേവല ചിന്താഗതിക്കാർ ധാരാളമുണ്ട്. ഞാനത് വിവരിക്കുന്നില്ല. പക്ഷെ ഇന്ന് രാത്രിയിൽ യേശു എന്തിന് പ്രത്യക്ഷനായി എന്ന ചോദ്യത്തിന് ഉത്തമമായ ഉദാത്തമായ ഉത്തരങ്ങൾ തിരുവചനം പറയുന്നത് നാം അറിഞ്ഞേ മതിയാകുകയുള്ളൂ. സുവിശേഷത്തിന്റെ ആഴമേറിയ വസ്തുതകൾ ഗ്രഹിക്കാതെ ആരെങ്കിലും ഈ ശബ്ദപരിധിക്കുള്ളിൽ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ വ്യക്തിക്ക് വേണ്ടി ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, യേശു എന്തിനാണ് ഒരിക്കൽ ഭൂമിയിൽ പ്രത്യക്ഷനായത്? ഉത്തമമായ രണ്ടുത്തരങ്ങൾ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുവാൻ വേറൊരു വേദഭാഗത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുപോകുന്നു. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 3-ാം അധ്യായം 5-ാമത് വാക്യവും 8-ാമത് വാക്യവും ഉത്തമമായ രണ്ടുത്തരങ്ങളെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം 8-ാമത് വാക്യം. ഞാൻ ഈ പറയുന്ന വാക്യങ്ങളിലെല്ലാം പ്രത്യക്ഷത എന്ന പ്രയോഗമുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം പ്രത്യക്ഷതയെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. പ്രത്യക്ഷത എന്ന പദപ്രയോഗം കൃത്യമായ നിലയിൽ എടുത്തു വച്ചിരിക്കുന്ന വാക്യങ്ങളെ കോർത്തിണക്കിയാണ് ഞാൻ അവയെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്തിന് യേശു പ്രത്യക്ഷനായി എന്ന് ചോദിച്ചാൽ യോഹന്നാൻ എന്ന ദൈവശാസ്ത്രജ്ഞൻ വളരെ ശക്തമായി പറയുന്നു. 3-ാം അധ്യായം 5-ാം വാക്യം, പാപങ്ങളെ നീക്കേണ്ടതിന് അവൻ പ്രത്യക്ഷനായി. ഹല്ലേലൂയ! ഒരു സ്തോത്രം പറയാമോ ആ വാക്യത്തിനായി? പാപങ്ങളെ നീക്കേണ്ടതിന്. ഹല്ലേലൂയ! എന്റെ അകതാരിൽ വളരെ സന്തോഷം തോന്നുന്ന ഒരു വാക്യപ്രയോഗമാണത്. പാപങ്ങളെ നീക്കേണ്ടതിന്. ഇവിടെ നിരവധി ആളുകൾ ജന്മമെടുത്തിട്ടുണ്ട്, നിരവധി ആളുകളെ ലോകം ആദരിച്ചിട്ടുണ്ട്. പ്രഗത്ഭന്മാർ, പ്രശസ്തന്മാർ എന്നൊക്കെ നിരവധി ആളുകളെ ലോകം അംഗീകരിച്ചു നെഞ്ചേറ്റിലാളിച്ചിട്ടുണ്ട്. പക്ഷേ അവരെ കാരെ കൊണ്ടും ചെയ്യാൻ കഴിയാത്തൊരു മഹനീയ കാര്യമാണ് എന്റെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ സാധ്യമായത്. പാപങ്ങളെ മാറ്റുകയായിരുന്നു അവൻ. ഹല്ലേലൂയ! അതാണ് യേശുവിനോട് എനിക്കും നിങ്ങളുമുള്ള കടപ്പാടും പ്രതിബദ്ധതയും എന്ന് നാം തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. പാപങ്ങളെ നീക്കുക. ആ പാപങ്ങൾ എന്ന ബഹുവചന പ്രയോഗം ചിന്തനീയമാണ്. ഏകവചനത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത് ബഹുവചനത്തിലാണ്. ആർഷഭാരതത്തിൽ അല്പം ആത്മീയ ചുമയുള്ളവർക്ക് വേഗേന മനസ്സിലാകും ആ പാപങ്ങൾ എന്ന ബഹുവചന പ്രയോഗം. എന്താണ് അവിടെ വിവക്ഷിക്കുന്നതെന്ന് അറിയാമോ? മനുഷ്യൻ ജനിച്ചതേ പാപിയായിട്ടാണ്. ആ പാപത്തെയാണ് ജന്മപാപം എന്ന് പറയുന്നത്. ഇസ്രായേലിലെ കവികളിൽ ദാവീദ് അടക്കമുള്ള പ്രമുഖരെല്ലാവരും പാടുമ്പോൾ പാടുന്നുണ്ട്, പാപത്തിൽ എന്റെ അമ്മ എന്നെ ഗർഭം ധരിച്ചു. അവൻ ജന്മപാപം എന്നത് സ്ഥിരീകരിക്കപ്പെട്ട യാഥാർത്ഥ്യമാണ്.